തീർച്ചയായിട്ടും പ്രതീക്ഷ, അതായത് ഏറെ വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു സംസ്കാര ചടങ്ങുകളിൽ ഉടനീളം നമ്മൾ കണ്ടത്. കാരണം ആ മകൻ അമ്മയുടെ ശരീരത്തിന് മുമ്പിൽ അലമുറയിട്ട് അലറി വിളിക്കുന്നത് നാം കേട്ടതാണ്. കാരണം ആ വീടിൻ്റെ ഉറ്റവരും ഉടയവരും എല്ലാമായിട്ടുള്ളത് ബിന്ദുവാണ്. ആ ബിന്ദുവിൻ്റെ ചിതയാണ് ഇപ്പോൾ കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ പോലും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് മകൻ അവസാനമായി ആ ചിതയ്ക്ക് തീ കൊളുത്തിയത്. ആ ചിത ഏകദേശം കത്തി പൂർണ്ണമായി ഇരിക്കുന്നു, ചാരമായിരിക്കുന്നു. ഇനി ആ ബന്ധുവില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഈ അപകടം നടന്ന് ഒരു 24 മണിക്കൂർ പിന്നിട്ട് ബിന്ദുവിൻ്റെ ചിതയും കത്തിയെരിഞ്ഞിട്ട് പോലും സർക്കാർ സംവിധാനത്തിൻ്റെ മന്ത്രിമാരാരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയുടെ അനാസ്ഥ ഉണ്ടായ നമുക്ക് ഈ വൈകാരികമായിട്ടുള്ള അവിടെ കാഴ്ചകൾ അത് സംബന്ധിച്ച് എന്താണ്? കാരണം ആ കുഞ്ഞ് മക്കൾ, ആ അമ്മ, ബിന്ദുവിൻ്റെ അമ്മയൊക്കെ അലമുറയിട്ട് കരയുമ്പോൾ അത് ഉള്ളിൽ തട്ടുകയാണ്. ഏത് കഠിന ഹൃദയന്റെ മനസ്സ് അലിയിക്കുന്ന തരത്തിലേക്കാണ് ആ വാക്കുകളൊക്കെ അവർ ചോദിക്കുന്നത്. ഓരോ ചോദ്യം ആ സിസ്റ്റത്തോട്, സമൂഹത്തോട് അവരുടെ ചോദ്യങ്ങളൊക്കെ തന്നെ അത് നമുക്ക് സഹിക്കാൻ കഴിയാവുന്നതിനും അപ്പുറത്തേക്കാണ് ശ്യാമേ. തീർച്ചയായിട്ടും ഈ വീടിൻ്റെ താങ്ങും തണലുമാണ് ബിന്ദുവിൻ്റെ അമ്മയാണ്. ആ 75 വയസ്സോളം പ്രായമുള്ള അമ്മ അലമുറയിട്ട് കരഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ബിന്ദു ഈ വീട്ടിലെ കമ്പ്യൂട്ടറാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും നിലവിൽ ഇവിടെ നാട്ടുകാരും മറ്റുമൊക്കെ പ്രദേശവാസികളും മറ്റുമൊക്കെ ഉണ്ട്. നമുക്ക് അവരോടൊക്കെ ചോദിക്കാം. ഒരു സ്വാഭാവികമായിട്ടും സർക്കാർ സംവിധാനത്തിൻ്റെയൊക്കെ ഒരു അനാസ്ഥ മൂലം ഉണ്ടായൊരു പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങൾ സമുദായ സംഘടനയുടെ ആളുകളാണ്, എങ്ങനെയാണത്? ഇത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ്. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നതാണെന്ന് ഗവൺമെൻറ്റിന് അറിയാം. അത് ഉപയോഗശൂന്യമാണ്, അല്ലെങ്കിൽ ആളുകൾ അതിൽ കയറാൻ പാടില്ല എന്നുള്ള യാതൊരുവിധ അറിയിപ്പ് ബോർഡ് പോലും അവിടെ വെച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരാൾ മരിച്ചു, ഒരു വൻ ദുരന്തം ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നു. കാരണം ആ സ്ത്രീ അത് അറിയാതെ കയറി, അത് അവരുടെ കഷ്ടകാലത്തിന് തകർന്നു വീണു. പക്ഷേ ഇതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കേരള സർക്കാരിനാണ്. ഇത്രയും കാലം ആ കെട്ടിടം അവിടെ തകർന്നറിയാമല്ലോ. ഈ തകർന്ന കെട്ടിടം എന്തുകൊണ്ട് അവർ പൊളിച്ചു നീക്കിയില്ല? അപ്പോൾ ഇതിൻ്റെ PWD ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്കൊരു അറിയിപ്പ് എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് പൊളിച്ചു മാറ്റുമായിരുന്നു. ഇപ്പോഴത്തെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഈ ഒരു സംസ്കാര ചടങ്ങിൽ എത്തേണ്ടതായിരുന്നു. അങ്ങേയറ്റം ശക്തമായ പ്രതിഷേധമാണ്. പിന്നെ വാസവഞ്ചാരനെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജിലെ ഒരു പുല്ലനങ്ങി അറിയാവുന്ന ആളാണ്. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ഈ വീട് ഇവിടെ സന്ദർശിക്കുകയോ അവർക്കൊരു ഓഫർ ചെയ്യുകയോ ചെയ്തിട്ടില്ല, ഒരു സഹായം പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്കറിയാം, ഒരു കാട്ടുമൃഗങ്ങൾ കൊല്ലപ്പെട്ടാലോ അല്ലെങ്കിൽ ഒരു ഇടിമിന്നലോ പ്രകൃതിക്ഷോഭമാണ് ആ സ്പോട്ടിൽ പ്രഖ്യാപനമാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് ഒരു പ്രഖ്യാപനം പോലും, ഇതുപോലെ ഒരു നിർധനമായ വിശ്വകർമ്മ കുടുംബം, ഒന്നുമില്ലാത്തൊരു കുടുംബം, അതെല്ലാവർക്കും അറിയാവുന്ന, ഒരു സഹായം പോലും പ്രഖ്യാപിച്ചില്ല. കലക്ടർ ഇവിടെ വന്ന് ഒതുക്കത്തിൽ എന്തോ ചെറിയ കൊടുത്തയച്ച് പോയെന്ന് കേട്ടു. നമ്മളത് അതിനെപ്പറ്റിയും നാട്ടുകാർക്ക് ബോധ്യമില്ല. കളക്ടർ ഇവിടെ കൊടുത്തത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതാണ്. ഇത് വിശ്വകർമ്മ സമുദായത്തോട് ഇവിടുത്തെ UDF ആയാലും LDF ആയാലും നിഷേധാത്മകമായ സമീപനമാണ്. ഇവിടെ സംഘടിതരായ മതജാതി ശക്തികളെ പീഡിപ്പിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടങ്ങളും ഭരണകക്ഷിയും പ്രതിപക്ഷവും. അതാണ് ഇവിടെ കണ്ടത്. ഇവിടെ ഒരു വകുപ്പിൻ്റെ മന്ത്രിക്ക് ഇവിടെ നിന്ന് വരാമായിരുന്നല്ലോ. ഇത്രയും വലിയ ദുരന്തം ഉണ്ടായ ഒരു സ്ഥലത്ത് വകുപ്പിൻ്റെ മന്ത്രി എവിടെ പോയി? ആരോഗ്യമന്ത്രി എവിടെ പോയി? ആശുപത്രിയിലാണെന്ന് ഇന്നലെ ഒരു വാർത്തയുണ്ട്. വെറും കള്ളമാണ്. ഇവിടെ വരാതിരിക്കാൻ വേണ്ടി ബോധപൂർവം കെട്ടിച്ചമച്ചൊരു അസുഖമാണത്. അല്ലാതെ ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ പോയെന്നൊക്കെ വെറും വ്യാജമാണ്. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർ അന്തസ്സായിട്ട് രാജിവെച്ച് ഇറങ്ങിപ്പോവാൻ നല്ലത്. ഇനി അവർ ഈ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇവിടെ ആശുപത്രിയിൽ മരുന്നില്ല, ഓപ്പറേഷൻ ഉപകരണങ്ങളില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വന്ന ഉപകരണങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ഉപകരണങ്ങൾ തിരിച്ചയച്ച് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എന്താണ് ഈ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്? എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകുന്നത്, ആശുപത്രിയിൽ ചെന്നാൽ ദുരന്തമായിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വിശ്വകർമ്മ സമുദായ സംഘടനകൾ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഞങ്ങളിത് അതിശക്തമായിട്ട് നേരിടും. 1 കോടി രൂപ ഈ കുടുംബത്തിന് ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുക്കണം. അതുപോലെ ആ മകൻ ഒരു ജോലിയും കൊടുക്കണം. ആ പെൺകുട്ടിക്ക്, തലച്ചോറിന് തകരാറുള്ള പെൺകുട്ടിക്ക് അതിൻ്റെ ചികിത്സാ ചെലവ് മുഴുവൻ കേരള ഗവൺമെൻറ് ഏറ്റെടുക്കണം. അതിൻ്റെ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ അടുത്ത നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും അവരുടെ സമുദായ സംഘടനകളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് അവിടെ ഈ സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയുടെ ഇരയായി ബിന്ദു മാറുമ്പോൾ അവിടേക്ക് ഒരു മനുഷ്യൻ പോലും, ഒരു മന്ത്രി സഭയിൽ ഇത്രയും അംഗങ്ങളുണ്ട്, അതിൽ ഒരു മന്ത്രി പോലും, ജില്ലയിലെ മന്ത്രി പോലും അവിടേക്ക് എത്തില്ല എന്ന് പറയുമ്പോൾ അത് ഗൗരവമേറിയതല്ലേ? കാരണം അവിടെ ജില്ലാ കളക്ടർ വന്നുപോയി, പ്രതിഷേധമൊക്കെ അല്ലെങ്കിൽ ജില്ലാ കളക്ടറെ അങ്ങനെ തടയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. എല്ലാം അവിടുത്തെ ഓരോ ഇല അനങ്ങിയാൽ അറിയാവുന്ന VN വാസവൻ എന്ന മന്ത്രിക്ക്
അവിടേക്ക് ഒന്ന് പോകാമായിരുന്നു. പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ ആ നിലയ്ക്ക് നേരിടാനൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു വിഷമസന്ധിയിലാണ്. ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അങ്ങനെയൊന്നും അതിരിവിട്ട ഒരു പ്രയോഗത്തിലേക്കൊന്നും ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ പോകില്ല. അത് സാമാന്യമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. മറ്റ് സംഘടനകളിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധങ്ങളെ തടയാൻ പോലീസ് സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ ആ കുടുംബത്തെ അവഗണിക്കുന്നു. ഒരു നിസ്സഹായ അവസ്ഥയിൽ കൈത്താങ്ങില്ലാതെ താളം തെറ്റുന്ന മനസ്സുമായി നിൽക്കുന്ന ആ കുടുംബത്തെയും ഈ സർക്കാർ അവഗണിക്കുകയാണോ? ഈ മന്ത്രിമാർ അവഗണിക്കുകയാണോ? വളരെ എടുത്തു പറയേണ്ടതല്ലേ അങ്ങനെയെങ്കിൽ ശ്യാമപ്രസാദ് ഉത്തമൻ? തീർച്ചയായിട്ടും ബിന്ദുവിന്റെ മരണം കഴിഞ്ഞിപ്പോൾ സംസ്കാരം കഴിഞ്ഞിട്ട് പോലും ഒരു മന്ത്രി പോലും ഇങ്ങോട്ട് എത്തിയില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്നലെ 2 മന്ത്രിമാരും ആ മെഡിക്കൽ കോളേജ് അപകട സ്ഥലത്ത് ആ സമയത്ത് അതിനുശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ, മകൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ ഒരുപക്ഷെ ഈ മന്ത്രിമാർക്ക് കഴിയുമായിരുന്നു. അതിനവർ മുതിർന്നില്ല. പിന്നീട് മുഖ്യമന്ത്രി എത്തുമ്പോഴും വിശ്രുതൻ അവിടെ ഉണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അവിടെ നിന്ന് നേരെ തൊട്ടടുത്ത് കുറവലങ്ങാട്ടുള്ള തന്റെ പൊതുപരിപാടിയിലേക്കാണ് പോയത്. അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്തെ ഇവരൊക്കെ തന്നെ ഈ പുറമേരി നടിക്കുക മാത്രമാണ് ചെയ്തത്. മുഖ്യമന്ത്രി ഇന്നലെ അവിടെ എത്തിയിട്ട് എന്താണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം സർവത്ര സുരക്ഷ, അങ്ങനെ സുരക്ഷയുടെയൊക്കെ തന്നെ പരകോടിയിൽ ക്രമീകരണങ്ങൾ നടത്തിയാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകില്ല സ്വാഭാവികമായി, അല്ലെങ്കിൽ പ്രതിഷേധം നേരിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ ആ രീതിയിലുള്ള കരിങ്കൊടി പ്രയോഗമാണ് കണ്ടത്. ഈ ആശുപത്രിയിൽ എത്തിയ ശേഷം ഈ ഗൃഹനാഥനെ വിളിച്ച്, സുശ്രുതനെ വിളിച്ച് ഒന്ന് ചോദിക്കാമായിരുന്നല്ലോ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ സാന്ത്വനിപ്പിക്കാമായിരുന്നു 2 വാക്കുകൾ കൊണ്ട്. അങ്ങനെ ഹൃദയം പൊട്ടി നിൽക്കുന്നവർക്ക് നമ്മുടെ മറ്റുള്ളവരുടെ വാക്കുകൾ, അധികാരികളുടെ വാക്ക് ആ ഉള്ളിലൊരു തണുത്ത ജലം തളിക്കുന്നത് പോലെയാണ്. അപ്പോൾ അതുപോലും ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് അതിനെ ആ കുടുംബം അപലപിക്കുന്നത്? ശ്യാമപ്രസാദ് ഉത്തമൻ. പ്രതീക്ഷ സ്വാഭാവികമായിട്ടും ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തങ്ങൾ ആർക്കും സംഭവിക്കാം. ആ ദുരന്ത മുഖത്തേക്ക് ഈ പൊതുപ്രവർത്തകരും മറ്റുമൊക്കെ എത്തിച്ചേരുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു കരുത്ത് പകരുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിട്ട് അവരെ ഒരു നോക്ക് കാണാതെ പോകുക, അത് നമ്മുടെ സംവിധാനത്ത് തന്നെ ആരോഗ്യ മേഖലകളുടെ തന്നെ വലിയൊരു തകർച്ചയുടെ, അനാസ്ഥയുടെ ഭാഗമായിട്ട് സംഭവിച്ച ആ ദുരന്തത്തിൽ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അത് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്, അതിനൊപ്പം സർക്കാർ കൂടെ ഉണ്ട്, ചേർത്ത് നിർത്തുന്നുവെന്ന് ഒരുപക്ഷെ ഇന്നലെ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും ആ വിശ്രുതനെയും കുടുംബത്തെയും ചേർത്ത് പിടിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഉണ്ടായതാകട്ടെ ഈ ഫേസ്ബുക്കിലടക്കം ഈ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നു, കുടുംബത്തിന് വേണ്ട സഹായം നൽകും എന്നതേ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ, അതായത് കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നതാണ് ഇപ്പോഴും VN വാസവൻ. തീർച്ചയായും ശ്യാമപ്രസാദ് ഉത്തമനാണ് അവിടെ നിന്ന് സംസ്കാര ചടങ്ങിൽ കഴിയുമ്പോഴുണ്ടാകുന്ന ആ അന്തരീക്ഷം, ആ ദുഃഖസാന്ദ്രമായിട്ടുള്ള ആ അന്തരീക്ഷത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്.